الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة أصلها ثابت وفرعها في السماء ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖികളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സവിശേഷത ആദർശത്തിലുള്ള അടിയുറച്ച നിലപാടാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിത ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും വിലപ്പെട്ട ഒരു ഉപദേശം തേടിയ അനുചരന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം, നീ ഉറക്കെ പ്രഖ്യാപിക്കണം, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. മാത്രം പോരാ, പിന്നെ ആ വിശ്വാസത്തിൽ, ആ ആദർശത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഇസ്ലാമിക ആദർശത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ കാതൽ. തൗഹീദ് എന്ന പദം നമുക്ക് ഏറെ സുപരിചിതമാണ്, ഒരുപാട് കേട്ടതാണ്. പക്ഷെ പലർക്കും എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ അതങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും തൗഹീദ് വേണ്ടത്ര പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദർശപരമായ കണിശത അവരുടെ ജീവിതങ്ങളിൽ ഒന്നും കാണുന്നില്ല. ബാഹ്യമായിട്ട് അങ്ങനെ വരുത്ത അവർ കുഴപ്പമില്ല, ഇവർ കുഴപ്പമില്ല, അവർ ഉഷാറാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ബാഹ്യമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുകയും അതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ പങ്കുചേരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും പുതിയ കാലത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ തൗഹീദ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അതാണ് വിശ്വാസത്തിന്റെ കാതൽ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി,
അവൻ അവന്റെ ആദർശത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കും. ആർക്കു വേണ്ടിയും ചാഞ്ഞു കൊടുക്കാതെ, ചെരിഞ്ഞു കൊടുക്കാതെ, വേറെ ഒരു ആദർശത്തിന് വേണ്ടി തലകുനിച്ചു കൊടുക്കാതെ, ഈ ആദർശ വിരുദ്ധമായ കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ ഉറച്ചു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആദർശവാക്യത്തിന് കൊടുത്ത ഒരു ഉദാഹരണമുണ്ട് ഖുർആനിൽ. അല്ലാഹു തആല പറയുന്നത്, അലം തറ കൈഫ റബല്ലാഹു മസലൻ. നോക്കൂ, അല്ലാഹു നിങ്ങൾക്ക് ഒരു ഉദാഹരണം വിശദീകരിച്ചു തരികയാണ്. എങ്ങനെയാണ് അല്ലാഹു നിങ്ങൾക്കത് വിശദീകരിച്ചു തരുന്നത് എന്ന് നോക്കൂ. എന്തിന്റെ ഉദാഹരണം? കലിമതൻ ത്വയ്യിബ. കലിമതൻ ത്വയ്യിബ നല്ല വാക്കിന്റെ ഉദാഹരണം. നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ആ യഥാർത്ഥമായ തൗഹീദിന്റെ ആ വാക്കിന്റെ ഉദാഹരണമായിട്ട് അല്ലാഹു പറയുന്നത് അതൊരു മരം പോലെയാണ്. കശജറത്തിൻ, ഒരു മരത്തിനെ ഉദാഹരണമായിട്ട് എടുക്കാം. ആ മരത്തിന്റെ സവിശേഷത അസ്ലുഹാ സാബിതു, അതിന്റെ അടിഭാഗം, വേരുകൾ ഭൂമിയിലാകപ്പാടെ പടർന്നു പിടിച്ച് മണ്ണിലേക്ക് വേരാഴ്ത്തി അടിയിലേക്ക് പോയി അതങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു മരമാണ്. അതിന്റെ വേരുകൾ, ഉറപ്പുള്ള വേരുകൾ പടർന്നു പിടിച്ച് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അതങ്ങനെ മരത്തിനെ മണ്ണിലേക്ക് ചേർത്ത് പിടിച്ച് നിൽക്കാൻ തീർന്നില്ല. അതിന്റെ ശിഖരങ്ങളാവട്ടെ അത് ആകാശങ്ങളിലേക്ക് അങ്ങനെ വിശാലമായി കൊമ്പും ചുള്ളികളുമായി അതങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുക. അങ്ങനത്തെ ഒരു മരത്തിനെയാണ് ആദർശവാക്യത്തിന്റെ ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ നിലപാട് അങ്ങനെയാണ്. അവൻ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും ആ ആദർശത്തിൽ അടിസ്ഥാനമായ പ്രവർത്തനങ്ങളാൽ അവൻ വിശാലമായി നിൽക്കുകയും ചെയ്യും. ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക്, ഒരു ചെറിയ ബലം വരുമ്പോഴേക്ക് തല കുനിച്ചു കൊടുക്കാനോ വേര് പറഞ്ഞു വീണു പോകാനോ ആ മരത്തിന് സാധിക്കുകയില്ല. അത് അത്രയും ഉറപ്പുള്ളതായിരിക്കും. അങ്ങനെയാണ് ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ ആദർശവാക്യത്തിന്റെ ഉപമ എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ആ ആദർശം നഷ്ടപ്പെട്ടവന്റെ അവസ്ഥയും ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹ്, ഈ തൗഹീദ് നഷ്ടപ്പെടുത്തിയിട്ട് അതിന്റെ വിപരീതമായ ശിർക്കിലേക്ക് ഒരു മനുഷ്യൻ ചെന്ന് പെട്ടാൽ, ഈ തൗഹീദിന്റെ ആദർശം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ഫകഅന്നമാ ഖറ മിനസ് സമായി, അവൻ ആകാശത്ത് നിന്നിങ്ങോട്ട് വീണവനെ പോലെയാണ്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണെത്താത്ത ഒരുപാട് ദൂരത്താണ്. അന്തരീക്ഷത്തിലെ വായുവോ നമ്മൾ ഈ കാണുന്ന മർദ്ദങ്ങളോ ഒന്നുമല്ലാത്ത മറ്റൊരു ലോകമാണ്. ആ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന ഒരാൾ, എന്താ അയാളുടെ അവസ്ഥ? അയാൾ അങ്ങനെ കാറ്റത്തകപ്പെട്ട ഒരു കടലാസ് പോലെ ഇക്കറും. എവിടെയാണ് എത്തുക, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോയി വീഴുക, ഒന്നും അയാൾക്കറിയില്ല. ആ കാറ്റത്തിലെ കടലാസ് പോലെ അയാളെങ്ങനെ അന്തരീക്ഷത്തിൽ അങ്ങനെ പാറി നടക്കും. രക്ഷപ്പെടാൻ ഒരു മാർഗവും അയാൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഓടാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, അലറി വിളിച്ച് കരഞ്ഞാൽ പോലും ശബ്ദം പോലും ഇല്ലാത്ത ശൂന്യത. അയാൾ ആ ശൂന്യാകാശത്ത്, ശൂന്യതയിൽ അയാൾ അങ്ങനെ പാറി നടക്കും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, ചിലപ്പോ പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിലേക്ക് കാറ്റ് അവനെ തള്ളി തള്ളി കൊണ്ടുപോയേക്കാം. അവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല എന്നർത്ഥം. തൗഹീദ് നഷ്ടപ്പെട്ട ഈ ലോകത്തെ ഒരു മനുഷ്യന്റെ അവസ്ഥയാണത്. ആരാണ് എൻ്റെ സംരക്ഷകൻ? ആരോടാണ് എൻ്റെ സങ്കടങ്ങൾ പറയേണ്ടത്? ആരെയാണ് ചേർത്തു പിടിക്കേണ്ടത്? ആരോടാണ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചോദിക്കേണ്ടത്? ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ച് ഇതിനൊക്കെ കൃത്യമായ മറുപടി ഉണ്ട്. അല്ലാഹുവാണ് എൻ്റെ സൃഷ്ടാവ്, അല്ലാഹുവാണ് എൻ്റെ പരിപാലകൻ, അല്ലാഹുവാണ് എൻ്റെ സംരക്ഷകൻ.
എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ആ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അവൻ്റെ നിശ്ചയമാണ് നടക്കുന്നത്. അവൻ്റെ നിശ്ചയത്തിലോ തീരുമാനത്തിലോ ഇടപെടാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ റബ്ബ് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ മറ്റാരെക്കാൾ എൻ്റെ ശരീരവുമായി ജീവനുമായി അടുത്തു നിൽക്കുന്നു. ആ അള്ളാഹുവിനോടാണ് ഞാൻ ആവലാതികൾ പറയേണ്ടത്. ആ അള്ളാഹുവിനോടാണ് ഞാൻ സങ്കടങ്ങൾ പറയേണ്ടത്. ആ അള്ളാഹുവിനോടാണ് ആവശ്യങ്ങൾ പറയേണ്ടത്. അവനെയല്ലാതെ ആത്യന്തികമായി ഞാൻ ആരെയും പേടിക്കേണ്ടതില്ല. ഈ ഉറച്ച വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അവന്റെ ജീവിതം എന്തുമാത്രം മനോഹരമായിരിക്കും. ഈ ലോകത്ത് ആർക്കും അവനെ ചൂഷണം ചെയ്യാനോ ആർക്കും അവനെ തകർത്താനോ ഭയപ്പെടുത്താനോ കഴിയാത്ത വിധം ഉറച്ചതായിരിക്കും അവന്റെ ജീവിതം. നമ്മൾ ചരിത്രമൊക്കെ വായിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മരുഭൂമിയിലൂടെ വലിച്ചടച്ച് നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അള്ളാഹുവിന് പകരമുള്ള ആരാധ്യന്മാരിലേക്ക് തിരിച്ചു പോകാനാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപ്പാടമായ ഒരു മറുപടിയാണ്. അഹദ്, ഏകനായ അള്ളാഹു മാത്രം. ആ തൗഹീദിന്റെ വാക്കാണ് അവന്റെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ ലോകത്ത് ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ആ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയോ? ആ മനുഷ്യന്റെ ജീവിതം അവസാനം വരെ ഈ ഒരു തൗഹീദിൽ, ആദർശത്തിൽ ഉറച്ച മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറ്റൊരു വാചകം ശ്രദ്ധിച്ചു കേൾക്കുക. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ, എനിക്ക് മുമ്പ് ഈ ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, അവരൊക്കെ ഈ ലോകത്തോട് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ആ തൗഹീദിന്റെ പദമാണ്. നോക്കൂ അതിന്റെ വലിപ്പത്തെ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ഒരു മനുഷ്യൻ മരിച്ചു, മുസ്ലിമായ മനുഷ്യൻ മരിച്ചു. അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള, ശിർക്ക് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറയുണ്ടായിരിക്കും, പള്ളിന്റെ മുറ്റം നിറയുണ്ടായിരിക്കും. അതല്ല പ്രശ്നം. ശിർക്ക് ഇല്ലാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു 40 ആളുകൾ ആ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, ആ നിസ്കാരത്തിലെ അവരുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല എന്നാ. ഏതാണ് ശുപാർശ? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, കരുണ കാണിക്കണേ, ഉന്നതമായ പ്രതിഫലം നൽകണേ എന്നൊക്കെ പറഞ്ഞുള്ള ആ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയെ അള്ളാഹു അവരുടെ ശുപാർശയായി പരിഗണിച്ച് സ്വീകരിക്കുന്ന. എങ്ങനെ? ഒരു 40 ആളെങ്കിലും ഉണ്ടാവണം. തൗഹീദുള്ള ആളുകൾ, ആരെങ്കിലും അല്ല. തൗഹീദില്ലാത്ത 40,000 ഉണ്ടായിട്ട് കാര്യമല്ല. തൗഹീദുള്ള 40 ആളുകൾ. നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, അവൻ ഈ ഭൂമിയിൽ വെച്ച് അവസാനമായിട്ട് പറയുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇനി നോക്കൂ,
ആ ലാ ഇലാഹ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലിൽ ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അബൂ ത്വാലിബ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചിരുന്നില്ല. അതിന് വിരുദ്ധമായ ജീവിത രീതിയുള്ളയാളായിരുന്നു. അദ്ദേഹം മരണാസന്നനായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ വഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയണം, എങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് താങ്കൾക്ക് വേണ്ടി റബ്ബിനോട് സംസാരിക്കാമല്ലോ. പക്ഷേ അബൂ ത്വാലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു പോകുമോ എന്ന് അദ്ദേഹത്തിന് അറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണെന്ന് അബൂ താലിബിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ അബൂ താലിബ് നാട്ടിലെ കാരണവരാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അങ്ങനത്തെ ഒരാള് പുതിയ ഒരു ആദർശത്തിന്റെ ഭാഗമാകുമ്പോൾ നാട്ടുകാർക്കിടയിൽ നിന്നുണ്ടാകുന്ന അവഗണന അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരുങ്ങുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ സമീപത്തിരിക്കുന്ന കുറെ പൗരപ്രമുഖരുണ്ട്, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ. അവരാ നാട്ടിലെ പ്രമുഖരാ, അബൂ താലിബിന്റെ കൂടെയുള്ളവരാ. അതിൽ അബൂജഹൽ പറയുന്നൊരു മറുപടി, അബൂജഹൽ വഅബ്ദുല്ലാഹി ഇബ്നു അബീ ഉമയ്യ യാ അബാ താലിബ് അതർഅബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബൂ താലിബ്, എന്താ നിങ്ങളുടെ വിചാരം? നമ്മുടെ പൂർവികരായ നമ്മുടെ കാരണവന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അബ്ദുൽ മുത്തലിബ് പഠിപ്പിച്ചു തന്ന അബ്ദുൽ മുത്തലിബ് അവർക്കിടയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന പൂർവികനാണ്. ആ അബ്ദുൽ മുത്തലിബ് പഠിപ്പിച്ചു തന്ന ആ ആദർശത്തെ വിട്ട് ഈ പുതിയ ആദർശത്തിലേക്കായി മരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോ അബൂ താലിബിന്റെ ചുണ്ടുകൾ അടയും, പറയാൻ പേടി. കാരണം ഇത്രയും കാലം ജീവിച്ചു പോന്ന ആദർശത്തിലെ കൂട്ടുകാര് തന്നെ വെറുക്കുന്നത്, തന്നെ കുറ്റം പറയുന്നത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അങ്ങനെ ആളുകൾ. സത്യം ഏതാണെന്ന് അറിയാം, ശരി ഏതാണെന്ന് അറിയാം, പക്ഷേ അത് തുറന്നു പറയുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്താൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിഗണനകളും ബഹുമാനങ്ങളും ആദരവുകളും അധികാരങ്ങളും നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ആ തൗഹീദിന് വിരുദ്ധമായ ആശയത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർ. അബൂ താലിബിന് പ്രവാചകൻ പലവട്ടം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ പറയുമ്പോഴൊക്കെ അബൂജഹൽ ഈ വാക്ക് ആവർത്തിക്കും. അബൂ താലിബ്, ഈ അവസാന സമയത്ത് ഭീരുവായി മാറാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ അബൂ താലിബ് മരിച്ചു. എങ്ങനെ മരിച്ചു? അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. തന്റെ ചുറ്റുഭാഗത്തും ഇരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആ വാക്കുച്ചരിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. എന്റെ കാരണവരായ അബ്ദുൽ മുത്തലിബ് എങ്ങനെയാണോ ജീവിച്ചത് ആ മില്ലത്തിൽ, ആ ആദർശത്തിൽ ഞാനിതാ മരിച്ചു പോകുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന് ഇത് സഹിക്കാൻ കഴിയാത്ത അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ഏറ്റവുമേറെ സഹായിച്ച, ഏറ്റവുമേറെ പ്രവാചകന് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച, പ്രവാചകന് വേണ്ടി മക്കയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് സഹിച്ച വ്യക്തിയാ അബൂ താലിബ്. പ്രവാചകന് വേണ്ടി അബൂ താലിബ് സഹിച്ചിടത്തോളം മറ്റൊരു മനുഷ്യന് സഹിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. ഭൗതികമായ കാര്യത്തിൽ അവര് വളരെ നമ്മളോട് സ്നേഹമുള്ളവരാവും, ബഹുമാനമുള്ളവരാവും, എന്തും ചെയ്തു തരാൻ റെഡിയായിരിക്കും. പക്ഷേ തൗഹീദ് മാത്രം അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തോ ഒരു പേടിയോടുകൂടി അവർ മാറി നിൽക്കും. ഈ സങ്കടം മനസ്സിൽ ഇങ്ങനെ വല്ലാതെ അലട്ടി വന്നപ്പോ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ അസ്തഗ്ഫിറന്ന ലക
മാലം അൻഹ അൻക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. അള്ളാഹുവേ, അബൂ താലിബിന് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. മാലം അൻഹ അൻക. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കൂല. അങ്ങനെ ഒരു വിരോധം അള്ളാഹുവിന്റെ പക്കൽ നിന്നില്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പ്രവാചകൻ ഈ വാക്കു പറഞ്ഞ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ അള്ളാഹുവിന്റെ വഹയുമായിട്ട് ജിബ്രീൽ വരുന്നേ. ആ വഹി ഇപ്രകാരമാണ്: മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലിൽ ഖുർബാ. പ്രവാചകനാവട്ടെ, ഇനിയല്ല സത്യവിശ്വാസിയായ ആരാവട്ടെ അവർക്ക് പാടില്ല. എന്ത് പാടില്ല? അവർ മുശ്രിക്കുകളായ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന, അവർക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. വലൗ കാനൂ ഉലിൽ ഖുർബ, അവർ എത്രമാത്രം അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇനി അതിലേറെ ബന്ധപ്പെട്ടവരാണെങ്കിലും ഏതുപോലെയാണെങ്കിൽ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, ശരിയായ തൗഹീദ് മനസ്സിലാക്കിയതിനു ശേഷവും ആ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിൽ ജീവിച്ചയാളാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹും, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ പാപങ്ങൾ പൊറുക്കണേ, തെറ്റുകൾ പൊറുക്കണേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകനാവട്ടെ മറ്റു സത്യവിശ്വാസികൾക്കാവട്ടെ ഒരധികാരമില്ല. നമുക്കൊക്കെ ബാപ്പാരുമാരൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ഒരു പക്ഷേ തൗഹീദിന്റെ വെളിച്ചമൊക്കെ കിട്ടിയവരാവാം. പക്ഷെ ആ മാതാപിതാക്കൾക്ക് അത്ര കിട്ടിയിട്ടില്ലായിരിക്കാം. അവർ നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരാവാം. പക്ഷേ ആ മാതാപിതാക്കൾ ശിർക്കിലായിക്കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർ ലഹും എന്ന് ബാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഒരു സത്യവിശ്വാസിക്ക് അധികാരമില്ല, അവകാശമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദർശത്തിന്റെ കണിശതയെ കുറിച്ചാണ് ഈ വാക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത്. വെറുതെ ഒരു പേര് കൊണ്ടോ ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ വഴി കൊണ്ടോ ഒരു മനുഷ്യന് മുസ്ലിം ആവാൻ കഴിയില്ല. അവൻ മുസ്ലിം ആവണമെങ്കിൽ കൃത്യമായ ആദർശത്തിന്റെ വാക്താവായിട്ട് അവൻ മാറണം. ആ ആദർശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവനാവണം. അവന്റെ ആരാധനകൾ, അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ വഴിപാടുകൾ, അവന്റെ തേട്ടങ്ങൾ, മാത്രമല്ല ജീവിതത്തിലെ പ്രതീക്ഷകൾ, അവന്റെ ഭയം, അതൊക്കെ അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിക്കണം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എന്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് തരാൻ അധികാരമില്ല. അള്ളാഹു തരാൻ ഉദ്ദേശിച്ച ഒന്നും അത് തടഞ്ഞു വെക്കാനും ഒരാൾക്കും അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പറഞ്ഞില്ലേ, യാ ഗുലാം, മോനെ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് നിനക്ക് ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു നിശ്ചയിച്ചതിലപ്പുറം ഒന്നും നിനക്ക് കിട്ടൂല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു തീരുമാനിച്ചതിനപ്പുറം യാതൊന്നും നിനക്ക് സംഭവിക്കൂല. അതുകൊണ്ട് ഇദാ സഅൽത, തൗഹീദിന്റെ അടിസ്ഥാനാണ് ഇദാ സഅൽത, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇങ്ങനെയാവണം, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ചോളണം. അവിടെ അള്ളാഹുവിന്റെ പേരല്ലാത്ത മറ്റൊരു പേര്, അത് പ്രവാചകന്മാരാവാം, ഔലിയാക്കളാവാം, മലക്കാവാം, ജിന്നാവാം, അള്ളാഹുവിന്റെ പേരല്ലാതെ ഒരു പേര് അവിടെ വരാൻ പാടില്ല. അള്ളാഹുവിനെ വിളിച്ചു ചോദിക്കുക. കാരണം റബ്ബാണ് തരുന്നവൻ. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. റബ്ബേ, നീ തന്നത് തടയാനും നീ തടഞ്ഞത് തരാനും
പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല റബ്ബേ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാം. നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയാൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ഫാത്തിഹയിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ എന്താണെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക, നിന്നെ മാത്രം. ആ അറബി പദത്തിന്റെ ഘടനയുടെ അർത്ഥം അങ്ങനെ വരിക. അവിടെ മാത്രം എന്ന വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. ഇയ്യാക എന്ന ആ അറബി പദത്തിന്റെ ഘടന അത് പഠിക്കുമ്പോൾ ബോധ്യപ്പെടും. ആ നിന്നെ മാത്രം, ആ മാത്രം എന്ന വാക്കിന് വലിയ അടിവരയുണ്ടാവുക വാക്കില്. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക, നിന്നെ മാത്രം. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം. നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സഹായങ്ങൾ, ഭൗതികമല്ലാത്ത അഭൗതികമായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ, അത് അല്ലാഹുവിനോട് മാത്രമേ ഞങ്ങൾ തേടൂ. ഈ വാക്ക് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഓതുമ്പോൾ അല്ലാഹു തആല തന്റെ സമീപത്തുള്ള മലക്കുകളോട് പറയുമത്രേ, കണ്ടോ, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണത്. എന്നെ മാത്രമേ അവൻ ആരാധിക്കൂ, എന്നോട് മാത്രമേ അവൻ സഹായം തേടൂ. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറയുന്ന, ഇനി ആ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് അത് ഞാൻ അവന് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സ്വർഗത്തിലെത്തുന്ന നേരായ വഴിയിലൂടെ നീ ഞങ്ങളെ നടത്തണമേ എന്ന്. അല്ലേ? അപ്പോ ആദർശബന്ധിതമാണ് ഇസ്ലാം. കടുകിട ആദർശത്തിൽ കളങ്കം ചേർക്കാൻ, വെള്ളം ചേർക്കാൻ അനുവദിക്കാത്തൊരു മതം. തൗഹീദിന്റെ വിഷയത്തിൽ അത്രയും കൃത്യമാണ്. നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിൽ പോലും അതിന് വിരുദ്ധമായ യാതൊന്നും ഉണ്ടായിക്കൂടാ. അല്ലാഹു ഏകനാണ്. ആ ഏകത്വം ആ സത്തയിൽ മാത്രമല്ല, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അല്ലാഹു ഏകനാ. അല്ലാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ കൊടുക്കാവൂ. അല്ലാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പറയാവൂ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രം. അതിന്റെ ഇടക്ക് ഇടനിലക്കാരായിട്ട് ആരെയെങ്കിലും സങ്കല്പിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നർത്ഥം. അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിശാലമായി ഒരുപാട് വചനങ്ങളിലൂടെ, ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകളും നമ്മളങ്ങനെ മറിക്കുകയാണെങ്കിൽ ആ പേജുകളിലൊക്കെ ഈ തൗഹീദ് ഇങ്ങനെ കാണാം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു വചനം കൂടി പറയട്ടെ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. കേൾക്കണം. പലപ്പോഴും നമ്മുടെ പുതിയ അല്ലെങ്കിൽ പഴയ വേണ്ടത്ര വിശ്വാസപരമായ ആദർശം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക്, ഈ തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടാത്ത ആളുകൾക്ക്, അവർക്ക് ആദർശത്തെക്കാളേറെ സംഘടനകളെയോ വ്യക്തികളെയോ ഒക്കെയാണ് ഇഷ്ടം. ആ സംഘടന കുഴപ്പമില്ല, ഓലെ പ്രവർത്തന ഉഷാറാണ്. ആ വ്യക്തികൾ കുഴപ്പമില്ല, ഒരു നല്ല ഉഷാറാണ്. സത്യത്തിൽ ആ ബാഹ്യമായ മോടിക്കപ്പുറത്തേക്ക് അടിസ്ഥാനപരമായ വിശ്വാസമാണ് നമ്മൾ നിർണയിക്കേണ്ടത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും തൗഹീദിന് വിരുദ്ധമായ, തൗഹീദിന്റെ നേർ വിപരീതമായ പദമാണ് കേട്ടോ ഷിർക്ക്. അല്ലാഹു മാത്രം എന്ന വിശ്വാസം തൗഹീദാകുമ്പോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ കൂടെ ഏതെങ്കിലും ഒന്നിനെ ചേർത്ത് വെച്ചാൽ അത് ശിർക്കാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും ജീവിതത്തിൽ ശിർക്ക് ചെയ്താൽ, തൗഹീദിന് വിരുദ്ധമായ വിശ്വാസമോ പ്രവൃത്തിയോ വെച്ചു പുലർത്തിയാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഹറമ, ദാ ഹറമ ഹറാമാക്കീനാണ്, നിഷിദ്ധമാക്കീന. ഹറമല്ലാഹു അലൈഹി, അവന് അല്ലാഹു നിഷിദ്ധമാക്കി. അല്ലാഹുവിനെ ഹറാമാക്കി. എന്താ ഹറാമാക്കിയത്? അൽ ജന്ന, സ്വർഗം. ഒരു കാലത്തും ഒരു നിലക്കും സ്വർഗത്തെ സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം അവന് നിഷിദ്ധമാക്കും. അവന് ചെന്നു ചേരാനുള്ള സ്ഥലം ശാശ്വതമായ നരകമാകുന്നു.
അല്ലേ? അപ്പോ ആദർശത്തിലെ കണിശത ഈ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോ, നിങ്ങൾ ജീവിക്കുമ്പോ, നമ്മുടെ കുടുംബം ജീവിക്കുമ്പോ ആ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നമ്മുടെ ആദർശത്തിലെ കണിശതയാണ്. ആദർശം കൈവിട്ടു പോയാൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, അവനെ കാത്തിരിക്കുന്നത് ഭീകരമായ നരകമാണ്. ആ ആദർശത്തിലെ കണിശത, കൃത്യത നമ്മൾ മനസ്സിലാക്കണം, ബോധ്യപ്പെടണം. ആ ആദർശത്തെ മുറുകെ പിടിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ആയത്തിൽ അല്ലാഹു തആല സംസാരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തിട്ടാ. ഖുർആനിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പ്രവാചകനോട് പറയുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കുക. അത് എല്ലാ മനുഷ്യർക്കും ബാധകമായ കാര്യങ്ങളായിരിക്കും. ഇവിടെ അള്ളാഹു പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക, മുഹമ്മദ് നബിയെ തീർച്ചയായും നിനക്ക് നാം വഹീ നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മാത്രല്ല നിനക്ക് മുമ്പ് ഈ ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഈ വഹീ നൽകിയിട്ടുണ്ട്. എന്താണ് വഹീ എന്നറിയോ? ലഇൻ അശ്റക്ത, അടിവരട് കേട്ടോ, ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, നിന്റെ ജീവിതത്തിൽ എങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ, ലയഹ്ബതന്ന അമലുക, ഹബിത എന്ന് പറഞ്ഞാല് പൊളിഞ്ഞു പോകുക എന്നാ. ലയഹ്ബതന്ന അമലുക, ഇതുവരെ നീ ചെയ്ത നിന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഏറ്റവും വലിയ നഷ്ടക്കാരനാവും. ആ ദുന്യാവ് ഒഴിവാക്കി ഒരുപാട് നല്ല കാര്യം ചെയ്ത് അവസാനം ശിർക്ക് ചെയ്ത് ആ നല്ല കാര്യം ഇല്ലാതായാൽ ദുന്യാവും പോയി പരലോകം പോയി, നീ ഏറ്റവും വലിയ നഷ്ടക്കാരനാവും. അതുകൊണ്ട് ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. നോക്കൂ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹുവിൽ ആരെങ്കിലും എന്തെങ്കിലും പങ്കു ചേർത്താൽ അത് അല്ലാഹു തആല പൊറുക്കൂല. അല്ലാഹു എത്ര തെറ്റ് ചെയ്താലും അത് ആകാശഭൂമികൾ നിറയുണ്ടെങ്കിലും അത് പൊറുത്തു തരുമെന്ന് പറഞ്ഞതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ അല്ലാഹു പറയുന്നത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു പൊറുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ഈ ശിർക്ക് അല്ലാത്ത തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് വന്നു പോയാൽ, മനുഷ്യന്റെ അടുത്ത് വന്നു പോയാൽ, അതവന്റെ ജീവിതത്തിന്റെ നന്മകൾക്കനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഫമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ഓൻ എത്ര ചൊറുക്കുണ്ടായിട്ടും കാര്യമില്ല, ആ സംഘവും പ്രസ്ഥാനവും എത്ര മനോഹരമായിട്ടും കാര്യമില്ല, അവർ വിദൂരമായ വഴികേടിലാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അടുത്ത് കൂടി പോകാത്ത വിധം ദൂരത്തു കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്, ശിർക്ക് സംഭവിച്ചവര്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട സംഗതി ഈ ആദർശം കേട്ടോ. നമ്മൾ ആദർശബന്ധിതമായ ജീവിതം നയിക്കണം. നമ്മുടെ കുടുംബം ആദർശത്തിലാണ് എന്ന് ഉറപ്പുവരുത്തണം. പ്രവാചകന്മാർ അവർ മരിക്കുന്ന സമയത്ത്
മക്കളെ വിളിച്ചിട്ട് ചോദിച്ചത് എന്താ അറിയോ? യാക്കൂബ് നബി, ഇബ്രാഹിം നബി, പ്രവാചകൻ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പറയാണ്, അവര് മരണസമയത്ത് ഞാൻ മരിക്കുകയാണ്, ഈ ലോകത്തോട് യാത്ര ചോദിക്കാൻ പോവുകയാണ് എന്ന് ബോധ്യമാകുന്ന സമയത്ത് അവര് മക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മക്കളെ ഞാൻ അങ്ങോട്ട് കണ്ണടച്ചാൽ പിന്നെ നിങ്ങളെ ആദർശം ഏതൈക്കാരം? ബാപ്പുള്ള സമയത്ത് ബാപ്പാനൊപ്പം നിൽക്കും മക്കളൊക്കെ സ്വാഭാവികമായിട്ട്. പക്ഷെ ബാപ്പങ്ങട്ട് കണ്ണിമ്പിയാൽ ആദർശത്തിന്റെ വലിയ വലിയ പ്രതിസന്ധികളെ മുമ്പിലുണ്ട്. ഈ ആദർശത്തിന് വിരുദ്ധമായ ആളുകൾ ശക്തരാണ്, അധികാരികളാണ്, അവർക്ക് മുമ്പിലാണ് നിങ്ങൾ പെടുക. അപ്പൊ ഈ ബാപ്പ അങ്ങോട്ട് പോയാൽ പിന്നെ എന്തായിരിക്കും മക്കളെ നിങ്ങളെ ആദർശം? ആ മക്കള് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ പേടിക്കണ്ട, നിങ്ങൾ പഠിപ്പിച്ചു തന്ന, നമ്മുടെ പൂർവികരായ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന ആ ഏകനായ റബ്ബിനെ ആരാധിക്കുക എന്ന ആദർശത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾ. എന്തു വന്നാലും സമാധാനത്തോടെ ആ പ്രവാചകന്മാർ കണ്ണടക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും വലിയ സമാധാനം എന്താ അറിയോ? എനിക്കിപ്പോ സമാധാനമായി, കുട്ടികൾക്കൊക്കെ ജോലിയായി, വീടായി, ജീവിക്കാനുള്ള മാർഗമായി, ഇനി സമാധാനത്തോടെ കണ്ട് മരിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും സമാധാനത്തിന്റെ കാരണങ്ങളല്ല. വീടായാൽ തന്നെ ഒരു 10-50 കൊല്ലം ആ വീട്ടിൽ പാർക്കുള്ളൂ, ജോലി ആയാലും അങ്ങനെ തന്നെ. അതിനപ്പുറം ശാശ്വതമായ സ്വർഗത്തിലെത്തിക്കുന്ന തൗഹീദ് എൻ്റെ മക്കൾക്കും കുടുംബത്തിനും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മരിക്കുന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ചു പറയാൻ കഴിഞ്ഞാൽ അതാണ് ആശ്വാസം. ഞാൻ എൻ്റെ മക്കളോട് നീതി ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തോട് നീതി ചെയ്തിട്ടുണ്ട്, എന്നെ അള്ളാഹു ഏൽപ്പിച്ച കുടുംബത്തിനെ സമാധാനത്തിന്റെ തൗഹീദിന്റെ തീരത്തെത്തിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമാധാനം. ആ ആദർശം നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ആ ആദർശത്തിന് വേണ്ടി നമ്മൾ കഠിനമായി പ്രയത്നിക്കണം. കാരണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കുടുംബത്തിനെ നരകത്തിലേക്ക് എറിഞ്ഞു കൊടുക്കരുത് എന്നാണ് അള്ളാഹു നമ്മളോട് ഏൽപ്പിച്ച ഒന്നാമത്തെ ഉത്തരവാദിത്വം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ആ നരകത്തിലേക്ക് എടുത്തെറിയുന്ന, ഒരിക്കലും കേറിപ്പോരാൻ പറ്റാത്ത വിധം നരകത്തിന്റെ വിറകാവുന്ന തെറ്റാ ശിർക്ക്. അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കെ നമുക്കെങ്ങനെ സമാധാനത്തോടെ കണ്ണടക്കാൻ പറ്റും? എങ്ങനെ സമാധാനത്തോടെ രാത്രി ഉറങ്ങാൻ പറ്റും? അല്ലേ? അപ്പൊ ആദർശബന്ധിതമായ ഒരു ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. പടച്ച റബ്ബിനോട് എപ്പോഴും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിസ്ഥാനമായ ഒരു ജീവിതം നയിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും. ഇബ്രാഹിം നബിയെ പ്രാർത്ഥിച്ചേ, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ നിന്റെ സന്താന പരമ്പരകൾ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്നവരാക്കരുതേ റബ്ബേ. എന്നെയും എൻ്റെ മക്കളുടെ പരമ്പരകളെയും നീ തൗഹീദിൽ നിലനിർത്തണമെന്ന് ആ വാപ്പയെ പ്രാർത്ഥിച്ച്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ തൗഹീദ് എപ്പോഴും ഉണ്ടാവണം. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അവസരം കിട്ടുവാൻ വേണ്ടി റബ്ബിനോട് തേടണം. അതിനനുസരിച്ചുള്ള ഒരാദർശപരമായ കുടുംബമാവാൻ നമുക്ക് സാധിക്കണം. ആ ആദർശ കുടുംബത്തിന്റെ കൂട്ടായ്മയായ ഒരു മഹല്ലായിട്ട് മാറാൻ നമുക്ക് ശ്രദ്ധിക്കണം. മഹല്ല് കമ്മിറ്റികൾക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ആദർശത്തിന് കൃത്യമായിട്ട് പള്ളിയിൽ വരിസംഖ്യ തരുന്നുണ്ടോ, ഫിത്ർ തരുന്നുണ്ടോ, ഒലുഗത്തിന്റെ ഇറച്ചിക്ക് വരുന്നുണ്ടോ, ഇതാവരുത്. മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനം ആദർശമാവണം. ആദർശത്തിൽ അധിഷ്ഠിതമായ കുടുംബങ്ങളായി മാറി സ്വർഗത്തിന്റെ വഴിയെ കൂടെയുള്ളവരെ നയിക്കാൻ സാധിക്കുന്ന വിധം ആദർശപരമായ കൃത്യത നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാവണം, കൂട്ടായ്മകളിൽ ഉണ്ടാവണം, സംഘടനകളിൽ ഉണ്ടാവണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് ശരിയായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പുലർത്താനും ആ തൗഹീദിന്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവസാനമായി കണ്ണടക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ശിർക്കിന്റെ കെടുതിയിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ പോലും അവകാശമില്ലാത്ത വിധം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷ